നമ്മുടെ മക്കളുടെ മനസ്സ് നീറുന്നത് നമുക്ക് സഹിക്കാൻ കഴിയില്ല അല്ലേ? അതുകൊണ്ട് തന്നെ അവരുടെ സന്തോഷം നിലനിർത്തിയിട്ട് അവരുടെ ചിരിച്ച പൂമുഖം നിലനിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ആ കുട്ടിക്ക് നമ്മൾ ചെയ്തു കൊടുക്കും അല്ലേ? അവരുടെ വാശിയെ കൂട്ടു നിൽക്കുക എന്ന് തന്നെ നമുക്ക് പറയാം. ഇങ്ങനെ ചെയ്യുമ്പം കുറച്ച് കഴിയുമ്പം ഈ കുട്ടി കുറച്ച് കഴിയണമെന്നൊന്നുമില്ല. ഈ കുട്ടിക്ക് അപ്പം തന്നെ മനസ്സിലാവും. ഓരോ എക്സ്പീരിയൻസ് കഴിയുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും. ഈ വീട്ടിലുള്ള ഈ 2 ജന്മങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ വാശി എന്താണോ അതൊക്കെ സാധിപ്പിക്കാൻ, അതൊക്കെ നിറവേറ്റാനായിട്ടുണ്ടായ 2 ആളുകളായിട്ട് കുട്ടികൾ നിങ്ങളെ കാണാൻ പോകുന്നുള്ളൂ. ഇനിയിപ്പോൾ വീട്ടിൽ ഇനിയിപ്പോൾ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ ഉണ്ടായിക്കോട്ടെ. അതിൽ ചില ആളുകൾ അങ്ങനെയാണല്ലോ. കരയില്ലേ കരയില്ലേ കുട്ടി കരയണേ, കുട്ടീനെ കരയിപ്പിക്കല്ലേ. ചില പേരൻസും അങ്ങനെ കുട്ടീനെ കരയിപ്പിക്കരുത് എന്നുള്ളതാണ് അവരുടെ ഒരു തിയറി. നിങ്ങളിവിടെ സത്യത്തിൽ ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിനെ തൃപ്തിയാക്കലല്ലേ. അതായത് കുട്ടി കരയുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? കുട്ടിയുടെ ആ ഒരു ഡിമാൻഡ് അങ്ങ് ചെയ്തു കൊടുത്തിട്ട് ശാന്തമാക്കി നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുക. കാരണം എന്താ വെച്ചാൽ ഇതോടു കൂടി കഴിയോ? ഇല്ല. കുട്ടിക്ക് ഇനിയും അടുത്തത് വന്നുകൊണ്ടിരിക്കും. ഇത് കുട്ടി വിട്ട് പിന്നെ അടുത്തതാവും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ കുട്ടിയെ ശരിക്കും ചതിക്കല്ലേ? അതായത് ഈ കുട്ടി മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ആളുകളാണ്. ഞാനൊന്ന് കരഞ്ഞാൽ മതി, ഞാനൊന്ന് വാശി പിടിച്ചാൽ മതി, എൻ്റെ ആ കാര്യം സാധിപ്പിച്ച് തരേണ്ട ആളുകളാണ് ഈ നിൽക്കുന്ന ആളുകൾ എന്നാണ് കുട്ടി മനസ്സിലാക്കുക. നാളെ കുട്ടി വളരും. അപ്പം നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? നിങ്ങൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്നും ഇങ്ങനെ പിന്മാറി വരും. അപ്പം നിങ്ങൾ വിചാരിക്കും കുട്ടി എങ്ങനെ ശരിയായി വരും എന്നല്ലേ? ഒരിക്കലുമില്ല. കുട്ടിക്ക് എന്താ തോന്നുക? ഇപ്പം പഴയ പോലെ ഞാൻ കരഞ്ഞിട്ടും വാശി പിടിച്ചിട്ടും പാരൻസിന്റെ മനസ്സിനെ ഇളക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പം ഞാൻ അടുത്തത് എന്ത് ചെയ്യണം എന്നുള്ള കുട്ടി ചിന്തിക്കുക. അപ്പം നിങ്ങൾ ഒരു സ്റ്റേജ് വരെ അവരെ പല രീതിയിൽ നിങ്ങൾ പഠിപ്പിച്ച് വെച്ച് ഞങ്ങൾ ഇതിനുള്ള ആളുകളാണ്, നീ എന്ത് വാശി പിടിച്ചാലും നീ വിഷമിക്കുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല, അങ്ങനത്തെ ആളുകളാണ് നിങ്ങൾ ഓൾറെഡി സെറ്റാക്കി വെച്ച ഈ കുട്ടി നാളെ വളരുമ്പോൾ ആ കുട്ടിക്ക് വേണ്ട ഡിമാൻഡ്സ് ആ കുട്ടി വെക്കും. നിങ്ങൾക്കത് ചെയ്തു കൊടുക്കാൻ കഴിയില്ല. നിങ്ങൾ പറയും നീ വലിയ കുട്ടിയായില്ലേ, നീ ഇപ്പോഴും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ എക്സ്ക്യൂസ് പറയുമ്പോൾ കുട്ടി ഇങ്ങനെ ചിന്തിക്കും, ഞാൻ എന്ത് ചെയ്യണം? വാശി കൂട്ടി നോക്കും, കാര്യം നടക്കുന്നില്ല. കരച്ചിൽ കൂട്ടും, കാര്യം നടക്കുന്നില്ല. റൂമിനുള്ളിൽ വാതിലടിച്ച് വെക്കും, കാര്യം നടക്കുന്നില്ല. ഇങ്ങനെ പല പരിപാടികൾ ചെയ്യും. ലാസ്റ്റ് കുട്ടിക്ക് ഇനി എന്ത് ചെയ്താൽ എൻ്റെ പാരൻസിൻ്റെ മനസ്സിൽ ആ സിമ്പതി, പാരൻസിൻ്റെ മനസ്സിൽ ആ സിമ്പതി എത്തിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ചിന്തിച്ച് പല ഐഡിയകളും വരും. അതിലുള്ള ചില ഐഡിയകളൊക്കെ ആ കുട്ടിയുടെ ജീവൻ വരെ നഷ്ടത്തിലാക്കും എന്നുള്ളതാണ്. നമ്മുടെ ആ സ്നേഹം നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് അവരെ നല്ലൊരു വ്യക്തിത്വത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കണം. അവരുടെ ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അവർക്ക് നല്ലൊരു ഭാവി നൽകാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം. കുട്ടികൾ കരയുമ്പോൾ സാധിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ അവരോട് പറയാം, ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തു തന്നത്. അല്ലാത്തതാണെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. എന്തുകൊണ്ടാണ്? നീ ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെയൊക്കെയാണ് സാഹചര്യം. ആ ചെറുപ്പം തൊട്ടേ കുട്ടികൾക്ക് നമുക്ക് ശീലിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അതങ്ങനെ കറക്റ്റ് അവർ ശീലിപ്പിച്ചിട്ട് അവർ പിന്നെ അവരുടെ കരച്ചിൽ മനസ്സിലാക്കും, അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കും, അവരുടെ ഇമോഷൻ അവർ സ്വയം കൺട്രോൾ ചെയ്യാൻ പഠിക്കും, നല്ലൊരു ഡിസിഷൻ മേക്കിംഗ് ആയി വരാൻ അവർ പഠിക്കും. നമ്മൾ അങ്ങനെയാണ് അവരെ സഹായിക്കേണ്ടത്. നാളെ അവർക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരും. അപ്പോൾ അവർക്ക് തോന്നുന്നത് എന്താ? അവർ തോന്നുന്ന കാര്യങ്ങൾ അവർ ചെയ്തു കൂട്ടും. ലാസ്റ്റ് ജീവൻ വരെ ആപത്തായി മാറും. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളുടെ മക്കളുടെ നല്ല ഭാവി നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു പരിപാടികളൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്യുക. കുട്ടിയല്ലേ കരഞ്ഞോട്ടെ, വലുതാകുമ്പോൾ ശരിയായിക്കോളും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലുള്ള പാരൻസിനോട് പറയാനുള്ളത് തെറ്റായ ധാരണയാണ്. കാരണം കുട്ടിയായിരിക്കുമ്പോൾ മുതലുള്ള നമ്മുടെ അനുഭവങ്ങൾ, പല രീതിയിലുള്ള അനുഭവങ്ങളും പാഠങ്ങളും മറ്റു ഘടകങ്ങളും എല്ലാം ചേർന്നിട്ടാണ് ഒരു വ്യക്തിക്ക് വ്യക്തിത്വം ഉണ്ടാകുന്നത്.